Hello everyone, welcome back to our YouTube channel Shuttu and Mama. അയ്യോ അപ്പൊ ഇന്ന് നമ്മൾ ഇരുന്നിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ആൾക്കാർ എന്നെ കമന്റ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്തിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. കുട്ടപ്പൻ ഇന്നിവിടെ ഇല്ല, അപ്പോൾ ഇന്നിവിടെ മാനേജ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നടുക്ക് പിടിച്ചിരുത്തിയിരിക്കുന്ന ആളെന്തായാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വന്നിട്ട് എന്തായാലും അലമ്പാക്കും, അതുകൊണ്ടാണ് പിടിച്ചല്ലിരുത്തിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റിലും മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫുഡ് വെയർ കളക്ഷൻ വീഡിയോ കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ ഇന്ന് നമുക്ക് ആ ഒരു വീഡിയോ ആകാമെന്ന്. അതിന് ഭയങ്കര കാണിക്കാൻ മാത്രമുള്ള കളക്ഷൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള കുറച്ച് പേഴ്സ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യമേ പറയാം, എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള സാധനം എന്ന് പറയുന്നത് ഷൂസാണ്. കാരണം ഞാൻ മോസ്റ്റ്ലി നമ്മൾ എബ്രോഡ് ആയിരിക്കുന്നതുകൊണ്ട് അവിടെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഷൂസാണ്. ഞാൻ എപ്പോഴും അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നാട്ടിൽ വന്നപ്പോഴാണ് ബാക്കിയുള്ള എന്താ പറയുക നമ്മുടെ ഔട്ട്ഫിറ്റ്സിനൊക്കെ മാച്ചായിട്ട് ഫുഡ് വെയർ വേണം എന്നുള്ള ചിന്ത എനിക്ക് വന്നത്. അവിടുന്ന് എപ്പോഴും ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും വെസ്റ്റേൺ ഡ്രസ്സ് ഇടുമ്പം ഷൂസാണ് ആപ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് നോർമൽ ആയിട്ടുള്ള ഫുഡ് വെയർസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് സംഭവങ്ങൾ കുറവാണ്. എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് ഷൂട്ട്സാണ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് എൻ്റെ കയ്യിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് പെയർ സാധനം കാണിച്ചു തരാം. അതിന് മുന്നേ ഞാനൊരു സംഭവം പറയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം എടുക്കട്ടെ. ഞാൻ ഇതൊന്നും എടുക്കല്ലേ ചുട്ട എല്ലാ ഷൂസും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഉപയോഗിക്കുന്നതിന് മുന്നേ ആണെങ്കിലും ഇതുപോലെ കവർ ചെയ്ത് വെക്കും. എല്ലാ നല്ല സാധനങ്ങളും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് അതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ക്ലീൻ ചെയ്ത് ഞാൻ ഇതിൽ കൊണ്ടുവെക്കും. അങ്ങോട്ടേക്ക് ചുട്ടു സ്റ്റാൻഡ് തട്ടല്ലേ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കി വെട്ടിഷൂ ഇട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് കൊണ്ട് വെക്കാതെ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെയാകുമ്പോൾ നമുക്ക് ചീത്തയാവാണ്ട് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഇതൊന്നും പുതിയതല്ല, ഇതൊക്കെ ഞാൻ കുറേ കൊല്ലം മുന്നേ വാങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ എൻ്റെ അടുത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ല. വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഷൂസ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അധികം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം. അപ്പം ഇത് ഞാൻ നോർമൽ മാക്സ് എന്ന് അവിടെ ദുബായിൽ മാക്സ് എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനം. ഇത് നല്ല അടിപൊളി കംഫർട്ടായിട്ടുള്ള ഒരു സ്നീക്കേഴ്സാണ്. വൈറ്റും നമുക്ക് വൈറ്റ് മൾട്ടി കളേഴ്സ് ഉള്ളതുകൊണ്ട് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന സംഭവം. ക്ലോസ് ലുക്ക് ഞാൻ എന്തായാലും കാണിക്കാം നിങ്ങൾക്ക്. ഫുള്ള് കാറ്റുമഴ ആയതുകൊണ്ട് കറണ്ടിന് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഫുള്ള് ഇങ്ങനെ ഡിമ്മായി കൊണ്ടിരിക്കുന്നത്. വോൾട്ടേജിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഷൂസ് എന്ന് പറയുന്നത്. ഫുൾ ഒരു വൈറ്റ് സ്നീക്കേഴ്സ് വരുന്നതാണ് വിത്ത് ലേസും സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് മാക്സിൻ്റെ പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സിന് മേലെയായി. 3 ഇയേഴ്സിന് മേലെ തന്നെയായി എന്തായാലും. അപ്പം ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനം ഇതാണ് നമ്മുടെ ഈ ഒരു വൈറ്റ് സ്നിക്കേഴ്സിന്റെ ഒരു ക്ലോസ് ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ കളർ എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് കുറെ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടേക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് സംഭവം. ക്ലീൻ ചെയ്ത് ഞാൻ ആ കവറിൽ തന്നെ ഇട്ട് വെക്കും. എത്ര ചീത്തയാണെങ്കിലും ഞാൻ ഇതെല്ലാം അടിഭാഗം പിന്നെ നോക്കണ്ട, എന്തായാലും ചീത്തയായിരിക്കും. ഇവിടെയൊക്കെ എനിക്ക് വൈറ്റ് ഷൂസ് അല്ലെങ്കിൽ ഏത് ഷൂസിൻ്റെ ആണെങ്കിലും ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ സംഭവം എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് OCD ആണോ എന്ന് എനിക്കറിയില്ല, OCD അല്ല തോന്നുന്നു. അപ്പോൾ ആ സൈഡ് ആ ഒരു ബോർഡർ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. എനിക്ക് വേറെ മണ്ണായാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതെനിക്ക് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഞാൻ ഷുട്ടുവിൻ്റെ ഷൂസ് ആയാലും ഞാൻ ചെയ്യാറുള്ളത്. എല്ലാം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. ആ ബോർഡർ ഇങ്ങനെ നല്ല ക്ലീൻ ആയിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പം വേറൊരാൾ കാണുവാണെങ്കിൽ ഒരു നീറ്റ്നെസ് തോന്നുമല്ലോ നമ്മുടെ ചെരുപ്പിനായാലും നമ്മുടെ ഷൂസിനായാലും ഒക്കെ. അപ്പം അത് ഞാൻ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കാറുണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് എന്താ പറയുക ഫുഡ് വെയർ എന്ന് പറയുന്നത്. എൻ്റെ ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളെല്ലാവരും പ്ലീസ് ഡോണ്ട് മൈൻഡ്. കറണ്ട് ഇവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമാണ്. ഇപ്പോൾ കറണ്ട് എന്താ പറയുക മഴയായതുകൊണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫുഡ് വെയർ. അപ്പോൾ എൻ്റെ സെക്കൻഡ് സംഭവം ഒരു ഷൂസ് തന്നെയാണ്. ഇതും ഞാൻ അബ്രോഡിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ലേസ് ഉണ്ട്. ഞാൻ ഇത് ഉപയോഗിക്കാണ്ട് വെച്ചത് കാരണം ലേസ് ഞാൻ ഊരി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ലേസ് മൊത്തം മഞ്ഞ കളറായിരിക്കും, വൈറ്റ് ലേസ് ആയതുകൊണ്ട്. ഇതൊരു ഗ്രേ കളർ വരുന്ന
ഒരു ഷൂസ് ഇത് ശരിക്കും ഒരു ക്യാൻവാസ് ഷൂസാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതുണ്ടല്ലേ, ഞാൻ ഇവിടെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം ചിലപ്പോൾ പുതിയതുപോലെ തോന്നാം, ചിലപ്പോൾ അത് പിന്നെ അധികം ഞാൻ ഓവർലി അങ്ങനെ റഫ് യൂസ് ചെയ്താലും ഞാൻ അത് ക്ലീൻ ആക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ചുട്ടു എന്താ നമ്മൾ ലൈറ്റ് ഇങ്ങനെ കളിക്കുന്നത്? ഇത് ഷൂസ് എക്സ്പ്രസ് എന്ന് പറയുന്ന അവിടെയുള്ള ഒരു ബ്രാൻഡിന്റെ ഷൂസ് ആട്ടോ. ഇത് ബഹ്റിനിലെ ഒയാസിസ് മാളിന് ഷൂസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ബഹ്റിനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല ഫെമിലിയർ ആയിട്ട് നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ഷൂസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഷൂസ് ആണ്. ഇതിന്റെ തന്നെ സെയിം ഒരു ബ്ലാക്ക് ഒരു സ്നിക്കേഴ്സ് ടൈപ്പ് ഓഫ് സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് എന്താ പറയാ കുറച്ച് പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ അതിപ്പോ കാണിക്കുന്നില്ല. നല്ലപോലെ ചീത്തയായിട്ടുണ്ട് അത്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഒരു കറുപ്പ് ഷൂസ് ആക്ച്വലി വാങ്ങിക്കണം. കാരണം എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലാക്ക് ഷൂസ് എന്ന് പറയാൻ. ഇനിയിപ്പോ ഒരു ബ്ലാക്ക് എന്തായാലും വാങ്ങണം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് ഷൂസ് എന്ന് പറയുന്ന സംഭവം. ഇനിയും ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മാക്സിന്റെ ഒരു ഷൂസ് തന്നെയാണ്. ഇതും ഞാൻ വാങ്ങിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഷൂസ് കാണിച്ച ഗ്രേ ഷൂസ് ആക്ച്വലി ഞാൻ എന്തായാലും ഒരു 5 കൊല്ലം ആയി ഞാൻ വാങ്ങിയിട്ട്. എന്താ പറയാ, ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ലാണ് ഞാൻ ഇപ്പോഴും ഓടിച്ചു പോകുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഷൂട്ട് സ്റ്റാൻഡ് തട്ടല്ല പൊന്നാ. അടുത്ത് ഞാൻ കാണിക്കുന്ന ഷൂസ് എന്ന് പറയുന്നത് ഈ ഒരു നല്ലൊരു ബർഗണ്ടി ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഷൂസാ. ഇതും ഞാൻ വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് അത്ര തന്നെ ഇയർ ആയി. ഞാൻ ഇതും ആ വൈറ്റും ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷൂസാട്ടോ. അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. കാരണം ഇതിന്റെ കളർ ഭയങ്കര ഡാർക്ക് ആൻഡ് യുണീക്ക് കളർ ആയതുകൊണ്ട് അതിന് മാച്ച് ഔട്ട് ചെയ്യുന്ന സംഭവങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ പെയർ ചെയ്യാറുള്ളൂ. ഇതിന്റെയും സൈഡ് കണ്ടില്ലേ, ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും. ഇതൊന്നും പിന്നെ അങ്ങനെ മണ്ണാവാനൊന്നും ഇല്ലല്ലോ. ഈ സൈഡ് എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ക്ലീൻ ആവും. അത് ഞാൻ എപ്പോഴും വന്നപാട് തന്നെ വെട്ടിഷൂട്ട് തുടച്ച് സെറ്റാക്കി വെക്കും. ജസ്റ്റ് ഒന്ന് വെള്ളം നനക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ കുറച്ച് സോപ്പ് എടുത്ത് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, ഉപയോഗിച്ച് കഴിഞ്ഞ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് കളഞ്ഞിട്ട് പിന്നെ വെള്ളം തട്ടിക്കാണ്ട് അങ്ങനെ വൈപ്പ് ചെയ്ത് മാറ്റി വെക്കും. അങ്ങനെയാണ് ഞാൻ നോർമലി ഷൂസ് എല്ലാം ക്ലീൻ ആക്കി വെക്കാറുള്ളത്. ഇതും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷൂസാണ്. അത് കാണിക്കാം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു 3rd പെയർ ഓഫ് ഷൂസ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതാണ് നോർമലുള്ള നമ്മൾ സ്നിക്കേഴ്സ് ടൈപ്പ് ഓഫ് ഷൂസ് അല്ലെ ഒരു ക്യാൻവാസ് ഷൂസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെരുപ്പാണ്. ഈ ഒരു ചെരുപ്പ് ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്. എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഇത് ഈ ഒരു ബ്രാൻഡ് വന്നിട്ട് ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇത് ഞാൻ ഷുട്ടുവിന്റെ ബർത്ത്ഡേന്റെ സമയത്ത് മിന്ത്രയിൽ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധാരണ ഒരു പെലാൻഡ്രിയ സൈസ് അങ്ങനെ എന്തോ സംഭവമാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഷൂസിന്റെ മോഡലിന് പറയുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ അടുത്തൊരു ഷൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര പേരായി? 1 2 3 4ാമത്തെ ഷൂസ്. ഇത് ബെല്ലേറിനസ് എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെന്റിൽ വരുന്ന ടൈപ്പ് ഓഫ് ഷൂസ് ആണ്. നിങ്ങൾക്ക് ഈവൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് ഈ ഒരു ഷൂസ് ഞാൻ വാങ്ങി വെച്ചാൽ ഞാൻ ഇതിപ്പോ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഷൂസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇനി ഒരു ഷൂസ് ഉണ്ട്, ഇനി 2 ചപ്പലുണ്ട്. അതൊക്കെ എൻ്റെ വീട്ടിലായിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് വെച്ച് മാത്രം കാണിക്കുന്ന. ഇതെന്ന് വെച്ചാൽ എനിക്ക് നോർമൽ അല്ലെങ്കിൽ ഒരു കുർത്തി നമ്മളല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയ ഒരു സംഭവം ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 700 സംതിങ് അങ്ങാനായിരുന്നു ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ചത്. ഇത് നല്ല ക്വാളിറ്റി. ഞാൻ ഇപ്പം എന്തായാലും ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാത്തിൻ്റെയും ക്ലോസ് ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പം ഞാനിപ്പോൾ അധികവും എല്ലാ ഫംഗ്ഷന് പോകുമ്പോഴും മീൻസ് ചുരിദാറൊക്കെ ഇടുന്ന സമയത്താകുമ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല കംഫർട്ടബിൾ ആൻഡ് എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. വെള്ളം തട്ടിക്കാൻ എന്തായാലും പറ്റില്ല. ഇവള് ഭയങ്കര അലമ്പാക്കുന്നുണ്ട് കൈസ്. എനിക്ക് വേറെ വഴിയില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സാരീൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്, ചുരിദാറിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഡ്രസ്സസ് ഉണ്ടല്ലോ, ഡ്രസ്സസിൻ്റെ കൂടെ ഞാൻ എന്തായാലും പതുക്കെ അവളൊന്ന് പുറത്താക്കി. ഒരു രക്ഷയില്ല, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്നാ ചെയ്യുന്നത് അതുപോലെ തന്നെ അവൾ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് എൻ്റെ ഒരു 4ാമത്തെ ഷൂസ് ഞാൻ കാണിച്ചത്. ഷൂസ് എന്നല്ല, അതിന് വേറെ എന്തോ ആ ഒരു ടൈപ്പ് ഓഫ് ഷൂസിന് വേറെ എന്തോ ഒരു പേര് പറയാനുണ്ട്. ബെലാൻഡ്രീസോ അങ്ങനെ എന്തോ സംഭവമാണ്, എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല.
ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷൂസ് എന്ന് പറയുന്ന സംഭവം ഷൂസ് അല്ല, ആക്ച്വലി എനിക്ക് 2 പെയർ ഓഫ് ഹീൽസാണ് ഉള്ളത്. 2 അല്ല 3 ഉണ്ട്. മൂന്നാമത്തെ ഞാൻ തീരെ ഉപയോഗിക്കാറില്ല ആക്ച്വലി. അതിൽ ആദ്യത്തെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ക്രീം കളർ തന്നെയാണ്. ഒരു ക്രീം കളർ ഈ ഒരു ഷൂസ്. ഇതും ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഹീൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ നെറ്റ് വർക്ക് ഒക്കെ വരുന്ന സംഭവമാണ്. ഫുള്ളി ഒരു ക്രീം കളർ. ഇതും മാക്സിൻ്റെ ആണ്, പക്ഷെ നാട്ടിലെ മാക്സ് എന്ന് വാങ്ങിയതല്ല, ഞാൻ അങ്ങനെ വാങ്ങിച്ചതാ. അങ്ങനത്തെ മാക്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ മാക്സിനെക്കാളും നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ബാഗ്സ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും നാട്ടിലെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹീൽസ് കളക്ഷനിൽ വരുന്ന ഫസ്റ്റ് സംഭവം. ഹീൽസ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം വേറൊന്നല്ല, എനിക്ക് പെയിന് വരും ഭയങ്കരമായിട്ട്. കാലിൻ്റെ മടമ്പിലും വേദന വരും, അതുപോലെ തന്നെ നടുവിനും ഒരു ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. അപ്പം ഞാൻ വളരെ റെയറായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷനിൽ ആ ഒരു ഔട്ട്ഫിറ്റ് മാച്ചാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ഹീൽസ് എന്ന് പറയുന്ന സാധനം. അപ്പം അതുകൊണ്ട് അത് അധികം കേടുപാടൊന്നും ഇല്ലാണ്ട് കുറച്ച് മെനയിൽ നിൽക്കുന്ന ഒരു സാധനം കൂടിയാണ് ഹീൽസ്. എനിക്ക് ആദ്യം തീരെ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ പോയിന്റഡ് ഹീൽസ് ഒന്നും തീരെ പറ്റത്തില്ലായിരുന്നു. നല്ല കാലുവേദന വരും. ഒരു പ്രാവശ്യം എൻ്റെ കാല് നല്ല ഡാമേജ് ആയിട്ടും ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്ക് ഫുള്ള് നിങ്ങൾ ബെസ്റ്റായി കിടക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാം ചുട്ട് വാരി വലിച്ചിട്ട് പോയതാ. അപ്പം അതാണ് എൻ്റെ ഒരു ഹീൽസ് കളക്ഷൻ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു കളറാണ്, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സെയിം അതിൻ്റെ തന്നെ മോഡൽ, പക്ഷെ വേറൊരു കളറിൽ വരുന്ന ഒരു ഷൂസാണ്. രണ്ടും കിറ്റൺ ഹീൽസ് ആട്ടോ. കിറ്റൺ ഹീൽസാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട്, എനിക്ക് ഇട്ട് നടക്കാൻ കുറച്ചും കൂടെ ഒരു ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള കിറ്റൺ ഹീൽസാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയർ ഹീൽസ് ഇല്ലേ ചെറുത്, അതും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ മറ്റേ പോയിന്റഡ് ആയിട്ടുള്ള ഹീൽസ് ഒന്നും എനിക്ക് തീരെ പറ്റാറില്ല. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഇതും ഞാൻ മാക്സിൽ തന്നെ വാങ്ങിച്ചതാ. ഇതും എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഈ ഒരു ചെരുപ്പും ഞാൻ വാങ്ങിയിട്ട്. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാ, ഒന്നും ഉപ്പുള്ളതൊന്നും അല്ല. അപ്പം ഇതാണ് വേറൊരു സംഭവം. ഇതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നല്ലൊരു സ്ഥലത്ത് സ്പേസിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ ചൂട് തട്ടുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. അത് ഞാൻ ഇത്ര ആൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ള ഈ വർഷത്തെ ഈ ചൂട്ടിനാണ് എനിക്ക് കുറച്ചും കൂടെ അതൊന്ന് ഇളകി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അത് കുറച്ചും കൂടെ ഞാൻ കെയർ ചെയ്ത് നല്ല വൃത്തിയിലെടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത്ര വർഷമായില്ലേ, നമുക്ക് കുറച്ചൊക്കെ ഇനിയിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി അടുത്തത് നോർമൽ റേഞ്ച് ഓഫ് സംഭവങ്ങളിലേക്ക് പോകാം നമുക്ക്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ടും ഞാൻ എപ്പോഴും ഡെയിലി വെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 സംഭവങ്ങളാണ്. ഡെയിലി വെയർ എന്ന് പറയാൻ കാരണം വെച്ചാൽ എൻ്റെ അടുത്തൊരു ക്രോക്സിൻ്റെ നോർമൽ ഒരു ചപ്പൽ ഉണ്ടായിരുന്നു. ചെരുപ്പ് നോർമൽ കെട്ടുന്ന ടൈപ്പ് ഓഫ് ചെരുപ്പ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇക്കൊല്ലം എൻ്റെ അടുത്ത് പൊട്ടിപ്പോയി. ബീച്ചിൽ പോയപ്പോൾ വെള്ളം അടിച്ചപ്പോൾ അതിൻ്റെ കെട്ട് വിട്ടുപോയതാ. അതായിരുന്നു ഞാൻ ഡെയിലി എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. പിന്നെ ഒരു ബ്ലാക്ക് ഷൂസ് ഞാൻ പറഞ്ഞത്, ആ രണ്ടും ചീത്തയായിപ്പോയി. പിന്നെ എൻ്റെ അടുത്ത് ക്രോക്സിൻ്റെ ഒരു നോർമൽ ആ ഒരു വലിയ സൈസ് ഓഫ് ചെരുപ്പില്ലേ, അതും ഉണ്ടായിരുന്നു, അതും ചീത്തയായിപ്പോയി. അപ്പം എനിക്കിപ്പം ഡെയിലി യൂസിന് ആയിട്ട് ചെരുപ്പ് ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്ന ചപ്പൽസാണ് ഞാൻ ഇതുവരെ കാണിച്ചത്. ഷൂസ്, ചെരുപ്പ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വിഷുവിന് ഞാൻ മുന്നേത്തെ ഏതോ ഒരു ഡെയിലി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 ചെരുപ്പുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഞാൻ ഇപ്പോൾ ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു ചെറിയൊരു 400-300 രൂപ റേഞ്ച് വരുന്ന ചെരുപ്പാണ്. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതാണ് ഒരു ഫസ്റ്റ് വൺ വന്നിട്ട്. എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ചെരുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മൂടിയ ടൈപ്പ് ഓഫ് സംഭവമില്ലേ, ക്രോക്സിൻ്റെ മെയിൻ, അതായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊരു നമ്മുടെ ബ്രിക്സ്റ്റോൺ ആയിരുന്നു ആ ബ്രാൻഡിൻ്റെ പേര്. ആ ഒരു ബ്രാൻഡിൻ്റെ ചെരുപ്പ് പോലത്തെ അതിൻ്റെ ഒരു ഡൂപ്പ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന
ബ്രാൻഡിൻ്റെ. ഈ ബ്രാൻഡ് ഓൾമോസ്റ്റ് എന്താ പറയുക, ഓൺലൈനിൽ വാങ്ങിക്കുന്ന എല്ലാവർക്കും കുറച്ച് ഫെമിലിയർ ആയിരിക്കും. നല്ല ബ്രാൻഡാണ്. ഇവരുടെ ഡ്രസ്സസ് ആയാലും ജീൻസ് ആയാലും എല്ലാം നല്ല സംഭവമാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചെരുപ്പ് വാങ്ങിയത്. ഞാൻ ഡെയിലി യൂസിന് ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് എന്താ ലാസ്റ്റിലെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ഒരു ഇത്. ഇനി നമുക്ക് ലാസ്റ്റ് ചെരുപ്പിൽ പോവാം. ലാസ്റ്റ് ഒരു ഫ്ലാറ്റാണ് സംഭവം വരുന്നത്. ഇതും എനിക്ക് ആ ഒരു റേഞ്ചിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചെരുപ്പാണ് ഇത്. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഷൂസ് പോയി. അപ്പം ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് ഒരു ചെരുപ്പെങ്കിലും വാങ്ങിയേക്കാന്ന് വിചാരിച്ചൊരു ഫ്ലാറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഇങ്ങനെ ഇതും ഭയങ്കര രസമുള്ള ഒരു ഫ്ലാറ്റ്സ് ആണ്. ഇതെന്താ ഷൂ ടെയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് സംഭവം. ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കുന്ന സമയത്താണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഒരു ഫ്ലാറ്റ് കളക്ഷനിൽ വരുന്നത്. ഞാൻ ആദ്യം മൊത്തം ഫ്ലാറ്റ്സ് മാത്രം യൂസ് ചെയ്യുന്ന ആളായിരുന്നു, ഷൂസ് ആൻഡ് ഫ്ലാറ്റ്സ്. കാരണം അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ. പിന്നെ ആണ് ഹീൽസ് വേണ്ട ഒരു സാഹചര്യം, മീൻസ് ഹീൽസ് മാത്രം ഇട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ കണ്ടുപിടിച്ച് ചെറിയ ടൈപ്പ് ഓഫ് ഹീൽസ് മാത്രമുള്ള ചെരുപ്പ് ഞാൻ കണ്ടുപിടിച്ച് വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ 2 ഹീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫുഡ് വെയർ കളക്ഷൻ എന്ന് പറയുന്ന സംഭവം. കുറേയൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കുറേ എൻ്റെ അടുത്തുള്ളത് പൊട്ടിപ്പോയി. പിന്നെ ഒരെണ്ണം നമ്മുടെ കാവല് വീട്ടിൽ കിടപ്പുണ്ട്, 2 എണ്ണം എൻ്റെ വീട്ടിലുണ്ട്. 2 എണ്ണം വീട്ടിലുള്ളത് ഒന്ന് മൈക്കിൾ ക്രോസിൻ്റെ നല്ല ചെരുപ്പും പിന്നെ ഒന്ന് സ്കെച്ചസിൻ്റെയും നല്ല ചെരുപ്പാണ്. അത് എനിക്ക് കാണിച്ചു തരാൻ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്. ഞാൻ എൻ്റെ അടുത്ത് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫുഡ് വെയർ കളക്ഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇത് വളരെ കുട്ടി വീഡിയോ ആണ് എനിക്കറിയാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ട് ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ.